നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പോ നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിച്ചു, ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറി. ഇനി എല്ലാ കാലവും ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കണം. അതിന് ഞങ്ങൾ കുറച്ച് മാറി താമസിക്കുന്നതന്നെ നല്ലത്. എന്താ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം? വേറെ മാറി താമസിക്കണമെന്നാ പവി പറയുന്നത്. ഒരു കൂരയ്ക്ക് കീഴിൽ കിടന്ന് വഴക്കിടുന്നതിനേക്കാൾ നല്ലത് കുറച്ചു കാലം മാറി താമസിക്കുന്നതാണ് നല്ലതെന്ന്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ദർശന എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ? കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതുപോലെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണോ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല ഏട്ടത്തി. ഏട്ടത്തി എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. ചേച്ചി, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ആരോടും ഒരു പരിഭവമില്ല. അളിയ, ഞങ്ങൾ ഇറങ്ങാം. ദയവേത് ആരും ഞങ്ങളോട് വിദ്വേഷം വെക്കരുത്. ഈ വീട്ടിൽ നിന്ന് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ എല്ലാ മനസ്സിൽ നിങ്ങളെല്ലാവരും എപ്പോഴും ഉണ്ടാവും. കമ്പനിയുടെ കാര്യത്തിൽ ഞാൻ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആത്മാർത്ഥതയോടെ ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്നും നിൽക്കും. ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. ഗിരിജ, പവി, എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ തിരിച്ചു പോകുന്നു. പക്ഷേ ഞാൻ എന്റെ തീരുമാനം പറഞ്ഞില്ല. എന്താ, എന്റെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ലേ? ചേച്ചി പറ. ഞാൻ എന്റെ അഭിപ്രായം പറയാം. നടന്നതൊക്കെ എല്ലാവരും മറക്കണം. പുതിയൊരു ജീവിതമായിരിക്കണം ഇനി ഈ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. എല്ലാവരും പരസ്പരം സന്തോഷത്തോടുകൂടി തന്നെ വേണം ഈ മരുവത്തൂരിൽ ജീവിക്കാൻ. പവിയും കുടുംബവും ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ വേണം. അതാണ് എന്റെ തീരുമാനം. പഴയതുപോലെ ഒത്തൊരുമിച്ച് ഈ വീട്ടിൽ തന്നെ എല്ലാവരും താമസിക്കണം. പവി എന്തു പറയുന്നു? സത്യം പറഞ്ഞ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. സങ്കടമാണോ സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല.
എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നത്. ചേച്ചി, ഒരു കാര്യം, ഇവരുടെ എല്ലാം സമ്മതത്തോടു കൂടി മാത്രമേ ചേച്ചി ഇങ്ങനൊരു തീരുമാനം എടുക്കാവൂ. ഇവിടെ ആർക്കും നിങ്ങളോട് ഒരു വിരോധവും ഇല്ല. അവരാരും നിങ്ങളുടെ ശത്രുക്കളും അല്ല. തിരിച്ചും നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. സത്യം പറഞ്ഞ ഈ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. എന്നിട്ടും എന്റെ കുഴപ്പം കൊണ്ട് തന്നെ പോകേണ്ടി വന്നു. ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തത്. ചെയ്തു പോയ എല്ലാ തെറ്റിനും നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ദർശനെ, നീ രൂപേഷിന് വേണ്ടി ജനിച്ചവളാ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെ നീയാ. നാളെ ഈ വീടിന്റെ അഭിമാനമായി നീ മാറും. അതെനിക്ക് ഉറപ്പാ. എന്റെ അറിവില്ലായ്മ കൊണ്ടും ബുദ്ധിശൂന്യത കൊണ്ടും ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. അതൊന്നും ഇനി ഞാൻ ആവർത്തിക്കില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾക്കാർക്കും നിങ്ങളോട് പ്രത്യേകമായ ഒരു വിരോധവുമില്ല. അമ്മ എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും. പവി, നിങ്ങൾ മുറിയിലേക്ക് ചെല്ല്. വാ. ആ രൂപേഷേട്ടാ, ഇന്ന് മാർക്കറ്റിലുള്ള 1-2 പേരോട് ഞാൻ ആ ഉസ്താദിനെ കുറിച്ച് തിരക്കി. അദ്ദേഹത്തെ ഇപ്പോ കുറച്ചു നാളായിട്ട് കാണാനില്ലെന്നാ അവിടെ ഉള്ളവർ പറയുന്നേ. അയ്യോ, അപ്പോ അദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്? ആ പാവപ്പെട്ട ഉസ്താദിനെ അപകടപ്പെടുത്തിയിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? അച്ഛന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവന് അപകടമൊന്നും പറ്റാതെ തിരിച്ചു വന്നാ മതിയായിരുന്നു. വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചിലപ്പോ അദ്ദേഹം ദൂരെ എവിടേക്കെങ്കിലും യാത്ര പോയതാണെങ്കിലോ? എന്റെ മനസ്സില് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. അദ്ദേഹം ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെയാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ദർശനയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട്. സമയാവട്ടെ, പറയാം. എന്റെ ദൈവമേ, ഈ മുറിയിലേക്ക് ഇങ്ങനെ തിരിച്ചു കയറി വരാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും അച്ഛന്റെ പ്ലാൻ വർക്കൗട്ടായി. ഇനി ഇവളുമാരുടെയൊക്കെ കാല് പിടിച്ച് നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്റെ ഒരു സങ്കടം. പോയിസൺ കഴിക്കാനുള്ള അച്ഛന്റെ ഐഡിയ ഒരു രക്ഷയില്ല. ആ ഒറ്റ കാര്യത്തിലാ അപ്പച്ചിയുടെ സെന്റിമെന്റ്സ് വർക്കൗട്ടായത്. ഇല്ലെങ്കിലേ നമ്മളിതേ ഇപ്പോഴാ ഗേറ്റിന് പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു. 2 പേർക്കും ഒരു കാര്യം ഓർമ്മ വേണം. ഇനിയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. എന്നോടുള്ള ചേച്ചിയുടെ സ്നേഹത്തിൽ കടിച്ചു തൂങ്ങി നമ്മൾ വീണ്ടും തിരിച്ചു കയറി. എന്നാൽ പണ്ടത്തെ പോലെ നമ്മളെ ഒരാളും വിശ്വസിക്കില്ല, പ്രത്യേകിച്ച് ദർശന. നീ ഒരു പുതിയ ഗിരിജ ആവണം.